ക്ഷേമ പെൻഷൻ മുടങ്ങിയത് മൂലം കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. ക്ഷേമ പെൻഷൻ നൽകുന്നതിനല്ല, ധൂർത്തിനും അഴിമതിക്കുമാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആരോപിച്ചു. ക്ഷേമ പെൻഷൻ മുടങ്ങാനുള്ള കാരണം കേന്ദ്ര സർക്കാരാണെന്നായിരുന്നു ധനമന്ത്രിയുടെ മറുപടി. കേന്ദ്രം നൽകാനുള്ള പണം നൽകിയാൽ ക്ഷേമ പെൻഷൻ 2500 ആക്കുമെന്ന വാഗ്ദാനവും ധനമന്ത്രി സഭയിൽ വെച്ചു. ചക്കിട്ടപ്പാറയിൽ ജോസഫ് എന്ന ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തത് മുൻനിർത്തിയായിരുന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയ വിഷയം പ്രതിപക്ഷ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത്. ക്ഷേമ പെൻഷൻ നൽകുന്നത് സർക്കാരിന്റെ ഔദാര്യമാണെന്ന് വരുത്തി തീർക്കാൻ ഭരണപക്ഷം ശ്രമിക്കുകയാണെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ പി.സി. വിഷ്ണുനാഥ് ആരോപിച്ചു. ജോസഫിന്റെ മരണത്തിന് സർക്കാരാണ് ഉത്തരവാദി. മുഖ്യമന്ത്രിയുടെ സംഗീതം ഒഴുകുന്ന തൊഴുത്തിൽ 40 ലക്ഷത്തിന് പണിഞ്ഞിട്ട് അതിന്റെ മുമ്പിലെ ചാണകക്കുഴിക്ക് 3,72,000 ഈ നാട്ടിലെ പാവപ്പെട്ടവന് അവന്റെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സാർ. ജോസഫ് മുൻപ് 3 തവണ ആത്മഹത്യക്ക് ശ്രമിച്ചയാളാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മരുന്നുകുറിപ്പിലെ ആത്മഹത്യാക്കുറിപ്പിനെ കുറിച്ച് പരിശോധിച്ച് വരികയാണ്. ക്ഷേമ പെൻഷൻ താളം തെറ്റിച്ചതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണെന്ന് ധനമന്ത്രി. ഈ വളയത്ത് ജോസഫ് 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 3 ആത്മഹത്യാ ശ്രമങ്ങൾ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട്. ഈ 57,400 കോടി രൂപ നമുക്ക് അർഹമായത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ LDF മാനിഫെസ്റ്റോയിൽ പറഞ്ഞ തരത്തിലേക്ക് ഗവൺമെന്റ് കാലത്ത് ആ 2,500 ആക്കും, യാതൊരു സംശയമില്ല. UDF സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്ന് കള്ളപ്രചരണം നടത്തുന്നുവെന്നും സർക്കാരിന് ധൂർത്തിനും അഴിമതിക്കും മാത്രമാണ് താല്പര്യമെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. നിങ്ങളുടെ പ്രയോറിറ്റി ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കണമെന്നാണോ, അതോ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന്റെ പണം നിങ്ങൾ 5 മാസമായി കുടിശ്ശിക അത് കൊടുക്കണമെന്നാണോ? ഈ സർക്കാരിന്റെ പ്രയോറിറ്റി കേരളീയം നടത്തുകയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്ലക്കാർഡുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. ഇതിനിടയിൽ സഭാ നടപടികളുമായി സ്പീക്കർ മുന്നോട്ട് പോയതോടെ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.